പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? വീട്ടിലിരിക്കടോ, അതാണ് നിങ്ങളുടെ സുരക്ഷാ വലയം. പറയുന്നത് പ്ലീസ് കേൾക്കുക. ഒരു മാധ്യമപ്രവർത്തകനായിട്ടല്ല, നിങ്ങളുടെ സഹോദരനായിട്ടാണ് പറയുന്നത്. വീട്ടിലിരിക്കൂ. നിങ്ങൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരിക്കൂ. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കേരളത്തിൽ നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോലും ഇതുപോലെയുള്ള ഒരവസ്ഥ ഉണ്ടായിരിക്കില്ല. ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട്. ഇന്ന് 39 പേർക്കാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ 34 പേരും എൻ്റെ ജില്ലക്കാരാണ്, കാസർഗോട്ടുകാരാണ്. ഞങ്ങളൊക്കെ വലിയ ഭയാശങ്കയിലാണുള്ളത്. എങ്ങനെ പുറത്തിറങ്ങും? മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിങ്ങൾക്ക് വിവരങ്ങൾ എങ്ങനെ എത്തിച്ചു തരും? ഇതൊക്കെയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. ഞങ്ങളും ഇനി എങ്ങനെ പുറത്തിറങ്ങുമെന്നുള്ള ഭയാശങ്കയിലാണുള്ളത്. ഞങ്ങൾ നേരത്തെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടു ഗവൺമെന്റ് ആശുപത്രിയിലെ രോഗികളോടുള്ള ചൂഷണത്തെ കുറിച്ച്. എന്തിനാണത് വിളിച്ചു പറഞ്ഞത്? ചില ആളുകൾ പറഞ്ഞു, എന്തിനാണ് ഇതുപോലെയുള്ള നെഗറ്റീവ് വാർത്തകൾ നൽകുന്നത് എന്ന്. ഈ നെഗറ്റീവ് വാർത്ത നൽകിയത് നമ്മളൊക്കെ പോസിറ്റീവായി ചിന്തിക്കാനാണ്. അവരൊക്കെ രോഗം സ്ഥിരീകരിച്ചവരാണ്. അവരിൽ നിന്ന് ഇനി ഒരാൾക്കും പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം വാർത്തകൾ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചു തന്നത്. ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇത് നമ്മളൊന്നും കരുതുന്നത് പോലെ നിസ്സാരമായ ഒരു വൈറസ് അല്ല. ഇത് വേഗത്തിൽ പടരുന്ന വൈറസാണ്. ഇതിന് അത്രത്തോളം ശക്തിയുണ്ട്. 3 സാമ്പത്തിക ശക്തികളായിട്ടുള്ള രാജ്യങ്ങൾ ഇതിനു മുന്നിൽ മുട്ടുകുത്തിയിട്ടുണ്ടെങ്കിൽ ദരിദ്ര രാഷ്ട്രമായിട്ടുള്ള ഈ ഇന്ത്യ മുട്ടുകുത്തില്ലേ? അങ്ങനെ മുട്ടുകുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വാവിട്ട് പറയുന്നത്. വീട്ടിലിരിക്കൂ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീട്ടിലിരിക്കൂ. നിങ്ങൾക്ക് അവിടെയാണ് സുരക്ഷയുള്ളത്. 3 ലോകത്തെ സാമ്പത്തിക ശക്തികൾ. അമേരിക്ക, ആരാണ് അമേരിക്ക? ലോക പോലീസ്. അമേരിക്കക്ക് പോലും പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല. ആരാണ് ചൈന? എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും അടിസ്ഥാനമുള്ളത് അവിടെയാണ്. ആ ചൈനയ്ക്ക് സാധിച്ചോ? ഇറ്റലിക്ക് സാധിച്ചോ? അമേരിക്ക എല്ലാവരെയും കടത്തി വെട്ടിക്കൊണ്ട് ആയിരങ്ങളാണ് അവിടെ പ്രതിദിനം മരിച്ചു പോകുന്നുള്ളത്. നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എല്ലാ സൗകര്യമുള്ള ഈ സാമ്പത്തിക ശക്തികൾക്ക് ഇതുപോലെ ഒരു ദുരിതം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ അവസ്ഥ എന്താകും? 34 പേരാണ് കാസർഗോഡ് ജില്ലയിൽ ഇന്ന് കൊറോണയ്ക്ക് ഇരയായിട്ടുള്ളത്. ഈ 34 പേർക്ക് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടുതൽ സുരക്ഷയൊരുക്കിയിട്ടുണ്ട്. കാസർഗോഡ് പണി പൂർത്തിയായി കിടക്കുന്ന കാസർഗോഡ് പെർള ഉക്കിനടുക്കയിലെ മെഡിക്കൽ കോളേജിലെ കെട്ടിടത്തിലേക്ക് COVID-19 ബാധിച്ചിട്ടുള്ള രോഗികളെ മാറ്റാനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ നഗരപ്രദേശത്തുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പ്രാഥമിക COVID-19 ചികിത്സാ പരിപാടികൾ തുടങ്ങാൻ ഇപ്പോൾ ചിന്തിച്ചിരിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. കണ്ണൂരിലെ മെഡിക്കൽ കോളേജിലും COVID-19 ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സാ കാര്യങ്ങൾ ചെയ്യാനുള്ള നിർദ്ദേശവുമായി മുഖ്യമന്ത്രി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇങ്ങനെ എല്ലാം ചെയ്തു തരുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം ആലോചിക്കുക: വീട്ടിലിരിക്കൂ. നിങ്ങൾക്ക് സുരക്ഷയുണ്ടവിടെ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അനുസരിക്കുക, ജാഗ്രത പാലിക്കുക. പറ്റുന്നതും നിങ്ങൾ വൃത്തിയായി നിൽക്കുക. പുറത്തു പോകുന്ന സമയത്ത് മാസ്ക് ധരിക്കുക. ചില നിർബന്ധിത ഘട്ടങ്ങളിൽ ആശുപത്രിയിൽ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ കൈയുറകൾ ധരിക്കുക. ഈ ഞാനടക്കമുള്ള ആളുകളോടാണ് ഈ നിർദ്ദേശം പറയുന്നത്. തീർച്ചയായും ഈ നിർദ്ദേശങ്ങൾ മാനിച്ച് പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാക്കി വീട്ടിലിരുന്നാൽ മാത്രമേ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്ഷണം കിട്ടാതെ കേരളത്തിൽ ഒരാൾ പോലും മരിക്കുകയില്ല. ഞാനത് ഉറപ്പ് നൽകാം. വിഷമിച്ച് പോവുകയില്ല. കേരളമാണ് കൈത്താങ്ങുണ്ടാകും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.